വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ എന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരുമായി അടുത്തിടപഴകി സുവിശേഷം ജീവിക്കുന്ന ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലൂടെയുള്ള നമ്മുടെ യാത്ര 4ാം കൽപ്പനകളിലെത്തി നിൽക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കണം. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കുറിച്ചു. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നത് വളരെ വിശാലമായ അർത്ഥത്തിലാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പുസ്തകം വിശദീകരിക്കുന്നത്. 2207 മുതൽ 2213 വരെയുള്ള ഖണ്ഡികകളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതിലൊരു വ്യക്തിയുടെ രൂപീകരണം, അവൻ്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടർ, അതെല്ലാം അതിനെ ഈ മാതാപിതാക്കളുള്ള ബഹുമാനം അത് എത്രമാത്രം അത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. നമ്മുടെ സമൂഹത്തിലെ പലതരത്തിലുള്ള സാമൂഹിക സ്ഥാപനങ്ങളുണ്ട്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയും. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഒരു സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുന്നതിൽ, പൗരസമൂഹത്തെയൊക്കെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് ഇന്നും ലോകത്ത് പ്രവർത്തിക്കുന്ന ആ സാമൂഹിക സ്ഥാപനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ്. കുടുംബം തകർന്നാൽ പിന്നെ സമൂഹം തകരും, രാജ്യം തകരും. അപ്പോൾ ഈ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് സാർവത്രിക മതബോധന ഗ്രന്ഥം ഈ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ഒരു കുടുംബത്തെ നിർമ്മിക്കുന്ന അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരന്മാരും പൂർവ്വപിതാക്കന്മാരും പിതാമഹികളും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും അടങ്ങുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു യാഥാർത്ഥ്യം, അതിനെ ഇത്രയും പ്രാധാന്യത്തോടു കൂടി 4ാം പ്രമാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുടുംബം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു ചിന്തയിൽ ഉള്ള കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞു അതൊരു സാമൂഹിക സ്ഥാപനമാണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ചരിത്രത്തിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയ സാമൂഹിക സ്ഥാപനം. പക്ഷേ നമ്മളത് കാണുന്നത് മതഗ്രന്ഥങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നമ്മുടെ തന്നെ ബൈബിളിലെ പഴയ നിയമത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ സൃഷ്ടിയിൽ തന്നെ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഒരു കുടുംബമായിട്ട് എന്നാണ്. ഒറ്റയ്ക്ക് അല്ല, ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നാണ് 1ാമത്തെ വിവരണത്തിൽ, സൃഷ്ടിയുടെ വിവരണത്തിൽ ജനേസിസ് 1:27 പറയുന്നത്. ഇനി 2ാമത്തെ വിവരണത്തിലായാലും ആ വിവരണത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്ത്രീയെ സൃഷ്ടിക്കുന്ന കാര്യം കൂടുതൽ കാൽപ്പനികമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, സൃഷ്ടിയെല്ലാം വെച്ചു പുരുഷനെ ആദ്യം സൃഷ്ടിച്ചു, അപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് കണ്ട് നന്നല്ല, പക്ഷെ അവനൊരു ഇണയെ കൊടുക്കണമെന്ന് ദൈവത്തിന് തോന്നി. ഇതുവരെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ജീവജാലങ്ങളിലും അതിനൊരു ഇണയെ തേടി കണ്ടില്ല. ഏറ്റവും അവസാനം അവനിൽ തന്നെ അവൻ്റെ തന്നെ അസ്ഥിയും മാംസവുമായ ആ ഒരു സൃഷ്ടിയായിട്ട് സ്ത്രീയെയും കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുരുഷനും സ്ത്രീയുമായിട്ട് അവിടെ തന്നെ കുടുംബം ആരംഭിക്കുകയാണ്, മനുഷ്യവംശം ആരംഭിക്കുകയാണ്. അപ്പോൾ ദൈവം തന്നെ നേരിട്ട് സ്ഥാപിച്ച ഒരു സാമൂഹിക സ്ഥാപനമാണ് വാസ്തവത്തിൽ ഈ ഫാമിലി എന്ന് പറയുന്നത്. അത് പുതിയ നിയമത്തിലെ യേശു വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ 19ാം അധ്യായത്തിലെ വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച ശ്ലീഹന്മാരും കർത്താവും തമ്മിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് അവിഭാജ്യമായ നൈരന്തര്യമായി നിലനിൽക്കേണ്ട ഒരു സാമൂഹിക സ്ഥാപനമാണ് ഫാമിലി എന്ന് കർത്താവ് അതിൽ പറയുകയാണ്. യേശു തന്നെ കുടുംബത്തിലാണല്ലോ ജനിക്കുന്നത്. അതെ, യേശു തന്നെ ജനിച്ചത് ഒരു ഒറ്റയ്ക്ക് ഒരു ശക്തിമാൻ പോലെ വേറെ സ്ഥലത്ത്
അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ച ബോയ് ആയിട്ടോ ക്ലോണിങ് ബോയ് ആയിട്ടോ ഒന്നുമല്ല ദൈവം സൃഷ്ടിച്ച് ഒരപ്പനും അമ്മയ്ക്ക് തന്നെയാണ് വളർന്നു വന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെയാണ് യേശുവിനെ വേണ്ട വളർച്ച നൽകിയതും. നമ്മൾ 12 വയസ്സുള്ളപ്പോൾ അവർ ജെറൂസലം ദേവാലയത്തിലേക്ക് ഈ തിരുനാളിന് കൂടാൻ പോയിട്ട് യേശുവിനെ കാണാതെ ഏറ്റവും അവസാനം വാദ്യായന്മാരുടെ ഇടയിൽ ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കണ്ടെത്തി, അയ്യോ മകനെ എന്താണ് നീയെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിങ്ങനെ പോയത്? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അവൻ തിരിച്ചു ചെന്ന് അവൻ്റെ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് കുടുംബത്തിൽ ജീവിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ യേശു എന്ന് പറയുന്ന ആ വ്യക്തി അവൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നത് വരെ ഒരു പൂർണ്ണ മനുഷ്യനായിട്ടും ഉള്ള അവൻ്റെ വളർച്ചയിൽ ഒരു കുടുംബം നൽകിയിട്ടുള്ള സേവനം, ആ കുടുംബത്തിൻ്റെ സ്ഥാനം വളരെ മഹത്തരമാണെന്ന് നേരത്തെ സാറ് പറഞ്ഞതുപോലെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ യേശുവിൻ്റെ പഠനങ്ങളിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. യേശു കുടുംബങ്ങളിൽ പലതിലും പോകുന്നുണ്ട്. ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് സക്കേവൂസിൻ്റെ ഭവനത്തിലെ പിന്നീട് പറയും. മർത്താ മറിയത്തിൻ്റെ വീടുകളിൽ അവിടെ ലാസറിൻ്റെയും വീട്ടിൽ പോയിരുന്നത്, ലാസർ മരിച്ചപ്പോൾ അവിടെ ചെല്ലുന്നത്, ഓരോ കുടുംബത്തിൻ്റെയും വേദനകൾ ആ കർത്താവ് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ കുടുംബം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിന് വളരെ അടിസ്ഥാനപരമായ ഘടകമാണെന്ന് ബൈബിളിലുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ട്. അത് സാമൂഹിക സ്ഥാപനമായിട്ട് ഇന്നൊരു പൗര നിർമ്മാണത്തിൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമല്ല. ദൈവത്തിൻ്റെ ഇംഗിത പ്രകാരം അങ്ങനെ തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ പല അത്ഭുതങ്ങളും കുടുംബത്തിലാണ്. അപ്പോൾ ഈ യേശു ഈ എന്തുകൊണ്ട് നമ്മുടെ സാർവത്രിക മതബോധനത്തിലെ ഈ കുടുംബത്തിനെ ഒരു കുടുംബമായി നിങ്ങൾ ജീവിക്കണം, കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും സഹോദരി സഹോദരന്മാരും പിന്നെ പിതാമഹന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒക്കെ കൂടി ഒരു ബന്ധം നിങ്ങൾ സ്ഥാപിക്കണം, ഒരു കുടുംബമായി നിൽക്കണം. ഒരു ഹോസ്റ്റലല്ലല്ലോ. ഒരു ഇംഗ്ലീഷിലെ ഹൗസ് ആൻഡ് ഹോം എന്ന് പറയുന്ന 2 വാക്കുണ്ട്. ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു കെട്ടിടം പോലെയാണ് നമുക്ക് ഏതാണ്ട് തോന്നുന്നത്. ഹോം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹാതുരത്വമുണ്ട്. അവിടെ എൻ്റെ ഇടമാണത്, ഞാനായിത്തീരുന്ന ഒരിടമാണ്. അതാണ് നമ്മൾ ഹോം എന്ന് പറഞ്ഞ പേര് തന്നെ ആ സിനിമയ്ക്ക് കഴിഞ്ഞ കൊല്ലങ്ങളിൽ കൊടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. വളരെ അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടിയ ആ പടം. അപ്പോൾ എന്താണ് ഈ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയുടെ കീഴിൽ സഹോദരി സഹോദരന്മാരെ ഒരുമിച്ച്, പല തലമുറകളിൽപ്പെട്ടവരെ ഒരുമിച്ച് വളർന്നു വരുമ്പോൾ എന്താണ് ഇതിന് ഇത്ര പ്രാധാന്യമുള്ളത്? അവരെല്ലാം പരസ്പര ആദരവോടും ബഹുമാനത്തോടും കൂടെ പെരുമാറണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യ വ്യക്തിയുടെ പൂർണ്ണമായ വളർച്ച സംഭവിക്കുന്നത് വാസ്തവത്തിൽ കുടുംബത്തിലാണ്. കുടുംബത്തിൽ എന്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു, അവൻ്റെ സാമൂഹികവൽക്കരണ പ്രക്രിയയിലെ ഏറ്റവും, അവൻ്റെ സംസ്കൃതിയുടെ വളർച്ചയിൽ അവന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടും പ്രഥമമായിട്ടും അവന് ലഭിക്കുന്ന ഇടമാണ് ഈ കുടുംബം. അവിടെ എന്ത് ലഭിച്ചോ അതായിരിക്കും പിന്നീട് സമൂഹത്തിലേക്ക് അവൻ കൊടുക്കുന്നതും പ്രസരിപ്പിക്കുന്നതും. അവിടെ ലഭിച്ചതാണ് അവൻ ആ മോഡലിലാണ് അവൻ സമൂഹത്തെ നിർമ്മിക്കുന്നതും. അത് വളരെ ആഴമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. വളരെ സൂക്ഷ്മമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെ മനുഷ്യ വ്യക്തിയാക്കുന്ന എന്താണ്? ശരിക്ക് അവൻ്റെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഒരു മനുഷ്യനെ പൂർണ്ണ തൃപ്തിയും സന്തോഷമൊക്കെ വരുന്നത് അവനെ തന്നെ അവൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരു വികാരമാണ് ഞാൻ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യന് ആവശ്യമുള്ളൊരു കാര്യമാണ് ഞാൻ കൊള്ളാം, നല്ലവനാണ്, ആവശ്യമുള്ളവനാണ്. സെൽഫ് എസ്റ്റീം, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു മനുഷ്യൻ സ്വസ്ഥമായിട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷത്തോടുകൂടെ ശാന്തിയോടുകൂടെ ആയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ചെറിയ പിള്ളേരെ നമ്മളിടയ്ക്ക് കാണുമ്പോൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചിലർ വെറുക് പോലെ പിള്ളേരെ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ ചില എല്ലാ പിള്ളേരും അങ്ങനെ, ചിലതൊക്കെ വളരെ ശാന്തമായിട്ടൊക്കെ ഇരിക്കുന്ന ടീമുകളാണ്. ചിലതിങ്ങനെ പിടിച്ചിട്ട് പോലെ എപ്പോഴും പരുതി മാന്തി ചാടി ബഹളുണ്ടാക്കി. കാരണം അവളുടെ ഉള്ളിലെ സ്വസ്ഥതയില്ല, ഈ ഹാർമണിയില്ല. അവനെ എന്താണ് എന്നുള്ളത് ആ കുട്ടിക്ക് തന്നെ ഒരു പിടിപാടില്ല, അത് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല, അതിനെക്കുറിച്ചുള്ള അറിവില്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടില്ല.
അപ്പോൾ മനുഷ്യന് ഏറ്റവും പ്രഥമമായ ആവശ്യമുള്ള 3 വികാരങ്ങളാണ് വാസ്തവത്തിൽ എ ഫീലിംഗ് ഓഫ് ബീയിങ് ലവ്ഡ്, സ്നേഹിക്കപ്പെട്ടു എന്നുള്ളൊരു വികാരം. ആ സ്നേഹിക്കപ്പെട്ടു എന്നുള്ള വികാരത്തെ പോലെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അംഗീകരിക്കപ്പെട്ടു. ഞാൻ എന്താണോ അതായിരിക്കുന്ന രീതിയിൽ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ്, ഒരു അനുഭവം. അതുപോലെ എനിക്ക് കൊള്ളാം, സെൽഫ് എസ്റ്റീം, ഞാൻ കൊള്ളാം, എനിക്ക് കഴിയും, ആത്മവിശ്വാസം. ഇത് 3 വാസ്തവത്തിൽ ഒരു മനുഷ്യവ്യക്തിയാക്കുന്ന അടിസ്ഥാന ഘടകമാണ്. ഇതില്ലെങ്കിൽ ആ മനുഷ്യ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ലവ് ഇല്ലെങ്കിൽ, സ്നേഹം കിട്ടാത്തടത്ത് ഉടനെ തന്നെ വരുന്നത് പിന്നെ അക്രമവാസനയാണ്, വയലൻസാണ്, വെറുപ്പ്, വിദ്വേഷമൊക്കെയാണ്. അതുപോലെ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ ആൾക്കുണ്ടാകുന്നത് ഭയങ്കര ഒരു അടിമത്ത മനോഭാവമാണ്, ഒരു അപകർഷതയാണ്. അതുപോലെ സ്വന്തമായിട്ട് കൊള്ളാം, ഞാൻ നല്ലതാണ്, എനിക്ക് കഴിയും, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്നത് ഭയങ്കര ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. ഈ നേരത്തെ പറഞ്ഞ 3 വികാരങ്ങളും ഇല്ലാത്തൊരു വ്യക്തി വളരെ അപകടകരമായ ഒരു യാത്രയിലാണ് ജീവിതം കൊണ്ടുപോകുന്നത്. അതായത് അവൻ ഒന്നുമെങ്കിൽ അക്രമവാസന കൂടുതലുള്ള ഒരാളായിട്ട് മാറും, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് അഗ്രസീവ്, അല്ലെങ്കിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പോകും. ചിലപ്പോൾ ഒരു ഉന്മേഷവുമില്ല, നിരാശയിൽ ഇങ്ങനെ മന്ദബുദ്ധി പോലെ ജീവിച്ചു പോകുന്ന ആളുകൾ വരും. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ ആത്മവിശ്വാസം ഇല്ലാണ്ടായി പോയിട്ട് സ്വയം വെറുത്ത് ജീവിക്കുന്ന ആളുകൾ. അതുപോലെ ഭയങ്കര അപകർഷതയിൽ മുന്നിലേക്ക് വരാൻ സാധിക്കാതെ, സമൂഹത്തിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കാതെ, ഭയം, അരക്ഷിതത്വം, അങ്ങനെ കഴിയുന്ന ആൾക്കാർ. അപ്പോൾ ഈ 3 വികാരങ്ങളും വാസ്തവത്തിൽ ലഭിക്കുന്നത് എവിടെയാ? അപ്പനും അമ്മയിൽ നിന്ന് തന്നെയാണ്. ഒരപ്പൻ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് അങ്ങനെ പറയണം, ഓ എൻ്റെ മോൻ സുന്ദരനാണ് എന്ന് ആ കുട്ടിയോട് പറയുമ്പോൾ, കുട്ടിയായിരിക്കുമ്പോൾ പോലും ആ കുട്ടിക്ക് അങ്ങനെ അല്ലേ, നമ്മൾ കുട്ടികളെ നമ്മൾ കുഞ്ഞു പിള്ളേരെ 6 മാസം 7 മാസം 10 മാസം 1 വയസ്സ് അതുവരെയുള്ള കുട്ടികളായാൽ പോലും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു എനർജിയാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടെയാണ് ഒരപ്പച്ചൻ, ആ അമ്മച്ചി ആ കൊച്ചിനെ എടുത്ത് അതിനെ സ്നേഹിക്കുന്നൊരു വികാരത്തോടു കൂടെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടാണ് അതിനെ എടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ അതിനെ ആ കുട്ടിയെ കാണുമ്പോൾ അഭിമാനം തോന്നിക്കൊണ്ടാണ് ആ കുട്ടിയോട് പെരുമാറുന്നതെങ്കിലോ സംസാരിക്കുന്നതെങ്കിലോ, എൻ്റെ മോൻ മിടുക്കനാണ്, നല്ല കുട്ടിയാണ് എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾ പണ്ടൊക്കെ നമ്മുടെ കാരണന്മാർ ഇതൊന്നും പറയില്ലായിരുന്നു. നേരെ തിരിച്ചാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കുന്നുണ്ട്, നമ്മൾ സ്ലേറ്റിൽ 100-ൽ 98 മാർക്കുമായിട്ട് വീട്ടിൽ വരുമ്പോൾ, അപ്പോൾ ബാക്കി 2 മാർക്ക് എവിടെയാണ് പോയേ ആയിരിക്കും ചോദിക്കണേ. ഈ 98 മാർക്ക് മോനെ കിട്ടിയില്ലോ എന്ന് പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നിഗളിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് അത് ഓക്കെയാണ്. ഇന്നൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതോടുകൂടി ആത്മഹത്യ കഴിഞ്ഞാൽ ഇന്ന് 2 മാർക്ക് കിട്ടിയ കേക്ക് മേടിച്ചു കൊടുക്കും. ഇന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. 2 മാർക്ക് കിട്ടിയാലും എൻ്റെ മോന് 2 മാർക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞു വരും. അല്ലെങ്കിൽ അവൻ ഡിപ്രഷനിലേക്ക് പോവും. അങ്ങനെയുള്ള ചില തമാശകളൊക്കെ ഉണ്ടല്ലോ, വാട്സപ്പിലൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ കൂടെയുള്ള നമ്മുടെ മറ്റേ ചെക്കനെ അറിയില്ലേ, അവനെ 100-ൽ 99 കിട്ടി, അപ്പോൾ ബാക്കി 1 മാർക്ക് എവിടെ പോയിടാ, അതെനിക്ക് കിട്ടി എന്നൊക്കെ പറയുന്ന തമാശകൾ. അതപ്പോൾ ഇന്നതൊക്കെ ഒരു തമാശയായിട്ട് പറയണേ. പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുറം പൊളിയണ പോലെ തല്ല് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുവാണ്, മനുഷ്യൻ സ്നേഹിക്കാൻ പഠിക്കുന്നത് അപ്പനും അമ്മയും ഒരു കൊച്ചിനെ സ്നേഹിക്കുന്നതിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ല ഇഷ്ടം ചെയ്തു കൊടുക്കുന്നതിലൊന്നും അല്ല ഈ സ്നേഹം എന്ന് പറയുന്നത്. കാര്യമായ കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ, നല്ലത് ചെയ്യുമ്പോൾ അവനെ സ്നേഹിക്കുന്നുണ്ട്, അവൻ അംഗീകരിക്കപ്പെടുന്നുണ്ട്, അവനായിരിക്കുന്ന ആ ഓർത്ത് അത് ലഭിക്കാത്തപ്പോഴോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിയുടെ മാനസികമായ കരുത്ത് അത് ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല. ഈ ആത്മവിശ്വാസവും ഈ തൻ്റെ ഇടവും അതുപോലെ തന്നെ സ്നേഹിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട വികാരവും ഇല്ലാത്ത ഒരാളെ എങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കണേ? കാരണം ഒരു പെങ്കൊച്ച് ഇങ്ങനെ ശരിക്ക് സ്നേഹിക്കപ്പെടാത്ത ഒരാളൊക്കെ വിചാരിക്കും, പുള്ളിയുടെ അപ്പനാൽ. അതുപോലെ വേണ്ടത്ര വീട്ടിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ അവളുടെ മൂക്ക് ഇത്തിരി നീണ്ടുപോയിന്നോ, സൈഡ് ഇച്ചിരി ചെരിഞ്ഞു പോയിന്നോ, അല്ലെങ്കിൽ കല്യാണിയുടെ അത്ര സൗന്ദര്യം അവൾക്കില്ലാന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ കമ്പാരിസൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടാതെ പോകുന്നൊരു കൊച്ച്
എപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ് വളരുന്നത്. ഒരു ഹസ്ബൻഡിനോട് വിവാഹം കഴിഞ്ഞ ഒരു കുടുംബത്തിൽ ചെന്ന് ആ ഹസ്ബൻഡ് ഇവളോട് എന്നെ ഇഷ്ടാവോ ഈ സംശയത്തിലാണ് നിൽക്കണേ. അതുപോലെ ആങ്സൈറ്റി, ഭയങ്കരമായിട്ടുള്ള ആന്തല്, ഒരു ഫിയർ കോംപ്ലക്സ്. ഭയങ്കര ആന്തല് എന്ന് പറയും നമ്മൾ ആങ്സൈറ്റിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ജീവിതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധങ്ങളൊന്നും ശാശ്വതമായിട്ട് ഒരു വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മാതാപിതാക്കൾ അറിയേണ്ടത്. ഈ കാര്യം ഒരു എസ് അറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കൊച്ചച്ഛനാ, ആലുവ പഠിച്ചതാ, തൃശ്ശൂർ രൂപതയിൽപ്പെട്ട്. അവനൊരു പട്ടത്തിൻ്റെ കുറച്ച് മുമ്പായിട്ടൊരു ചെറിയ കവിതാ സമാഹാരം ഇറക്കിയായിരുന്നു. കുട്ടിക്കവിതകളാണ്, കുഞ്ഞ് 2 വരിയൊക്കെ ഉള്ളൂ. അതിൽ 2 വരി ഒരു ഗദ്യകവിത പോലെ എഴുതിയിട്ടുള്ള 2 വരി ഞാൻ ഓർക്കുകയാണ്. ഒരു കുട്ടിയെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ വിഷയവും പഠിച്ച മഹാൻ സ്നേഹിക്കാൻ മാത്രം പഠിച്ചില്ല. ഒരു ആളെ ആ കവി മനസ്സുള്ള ആ ചമ്മാച്ചൻ ഇങ്ങനെ രേഖപ്പെടുത്തുന്നതാണ്. എല്ലാ വിഷയവും പഠിച്ച മഹാൻ. നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, ഭയങ്കര അറിവ് കേട്ടോ, പക്ഷേ 5 വയസ്സിക്ക് ബോധമില്ല എന്ന് നമ്മൾ ചിലപ്പോൾ പറയും. അല്ലെങ്കിൽ മനുഷ്യത്വം ഇല്ല, കാട്ടാളം മൃഗമാണ്, ഇയാളൊക്കെ എന്ത് മനുഷ്യനാടാപ്പ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഈ പ്രഥമമായ 3 ആവശ്യമായ വികാരങ്ങൾ, അനുഭവങ്ങൾ, അത് സ്നേഹിക്കപ്പെടുക, അംഗീകരിക്കപ്പെടുക, അതുപോലെ ആത്മവിശ്വാസം ഉണ്ടാവുക, ആത്മസംതൃപ്തി ഉണ്ടാകുക, ആത്മധൈര്യം ഉണ്ടാകുക, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കുന്നത് മാതാവും പിതാവുമാണ്. അപ്പോൾ കുടുംബത്തിന് ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നതിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിന്ന് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സമൂഹം പണ്ടത്തെ സമൂഹമല്ല, ഭയങ്കര വൈവിധ്യതയുള്ള സമൂഹം അല്ലേ? ഈ വൈവിധ്യതയുള്ള ഒരു സമൂഹത്തിൽ എത്ര തരം ആളുകളായിട്ട് ബന്ധപ്പെടണം, അതിനെ എങ്ങനെയാണ് ഒരു മനുഷ്യ വ്യക്തി പഠിക്കുന്നത്? ഒരു വീട്ടിലെ അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്. നമ്മൾ അപ്പാപ്പൻ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് കിട്ടൂല, അത് പേരപ്പൻ പേരമ്മ ഒക്കെയാണ്. വല്യപ്പൻ വല്യമ്മ അങ്ങനെയൊക്കെ വാക്കുകൾ എന്തെങ്കിലും ആവട്ടെ, ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, അവരുടെ സഹോദരി സഹോദരന്മാർ, അങ്കിള്, ആൻറ്റീസ്, സഹോദരി സഹോദരന്മാർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു കുടുംബത്തിലെ ഒരു കുട്ടി അപ്പനോട് അമ്മയോട് മാത്രമല്ല, ഈ അപ്പൻ്റെ അമ്മയും വളരെ ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന വളരെ പ്രായമുള്ള ഒരു അപ്പാപ്പൻ അമ്മാമ്മി കാണാനുള്ള അവസരമുണ്ട്, അതും ഈ കുട്ടി കാണുവാണ്. അപ്പോൾ അവരെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? സഹോദരി സഹോദരന്മാർ എങ്ങനെയാണ് പെരുമാറുന്നത്? ഒരു അപ്പനും അമ്മയും മക്കളെ തന്നെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇതെല്ലാം കണ്ടിട്ട് അവര് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഒരു വീട്ടിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജോയിന്റ് ഫാമിലി ആയിരുന്നപ്പോൾ വലിയ കൂട്ടുകുടുംബമായിരുന്നപ്പോഴും അല്ലെങ്കിലും ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ 6-7 മക്കളൊക്കെ ഉണ്ടായിരുന്ന അവസരത്തിൽ ഭയങ്കര അഡ്ജസ്റ്റബിലിറ്റി ഉണ്ട് ഇല്ലേ? ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം വെച്ചു, ഇങ്ങനെ വന്നു, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മീനിൻ്റെ ഒരു പകുതി ഭാഗം വിടർന്നു പോയി. അപ്പോൾ പൂർണ്ണ ഒരു കഷ്ണം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മൂത്ത പെങ്ങൾ പറയും, അത് ഞാൻ എടുത്തോളാം, അവന് അത് കൊടുത്തോ, ഞാൻ പ്രായമായതല്ല, അവൾക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ കാണുകയാണ് ഈ കുട്ടി അവൾക്ക് പൂർണ്ണമായിട്ടുള്ളൊരു കഷ്ണം ഇല്ല, പക്ഷെ അവൾ എനിക്ക് തരാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റബിലിറ്റി അല്ലേ ഇന്നും മാരേജിലെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം? അങ്ങനെ വക്കീലാണ് അങ്ങയുടെ കയ്യിൽ കുറവ്. അന്ന് പണ്ടൊരു സർവകലാശാലയായിരുന്നു ഒരു വീട്. അതെ, വളരെ നല്ല വാക്കാണ് വക്കീൽ ഉപയോഗിച്ചത്. വീട് ഒരു സർവകലാശാലയായിരുന്നു. എല്ലാ സബ്ജക്റ്റിലും ബിരുദാനന്തര ബിരുദം കൊടുക്കുന്ന ഒരു ശരിക്ക് ശിക്ഷണത്തിൻ്റെ കളരിയായിരുന്നു നമ്മുടെ വീട്. അപ്പോൾ അഡ്ജസ്റ്റബിലിറ്റി പഠിക്കുന്ന അവിടെയാണ്. സോഷ്യബിലിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ യാഥാർത്ഥ്യ മനോഭാവം ഉണ്ടായിരുന്നു പണ്ട് വീടുകളിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവും, ചില ദിവസം സാധനങ്ങൾ ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഓർക്കുമ്പോൾ ജനുവരി മാസമല്ലേ, എൻ്റെ ചിറ്റാട്ടേരെ പെരുന്നാളിൻ്റെ ഒരു സമയമാണ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ഭയങ്കര പ്രാന്താണ്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും കണ്ടമാനം പടക്കമൊന്നും പൊട്ടിക്കില്ല. ഈ ആനപ്പടക്കം ഓരോന്നിങ്ങനെ പൊട്ടിക്കണത്, പിന്നെ അമ്പ് വരുമ്പോൾ മാത്രം പൊട്ടിക്കണ ഒരു കൊല, പൂവും ഒരെണ്ണം, അങ്ങനെയൊക്കെയുണ്ട്. ഗുണ്ടൊക്കെ വളരെ ഒന്നുമില്ല, മറ്റ് മത്താപ്പ് മൂളി ഇങ്ങനെ. ഒരു ദിവസം ഞാൻ നോക്കുമ്പോണ്ടല്ലോ, ഒരു ദിവസം പെരുന്നാളിൻ്റെ തലേദിവസമായിട്ട് അപ്പൻ പടക്കം മേടിച്ചിട്ടില്ല. അപ്പോൾ അത് തെക്കങ്ങടിയിൽ പോയി മേടിക്കേണ്ടതാണ്, അപ്പം മേടിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ വിഷമമൊക്കെ ഉണ്ടായി. പടക്കം കാണാനില്ല, എന്തൊരു പെരുന്നാൾ. ബാക്കിയുള്ളവരൊക്കെ അടുത്ത് പൊട്ടിച്ചു തുടങ്ങി. നമ്മൾക്കത് കാണുമ്പോൾ ഇല്ലാണ്ട് ഉള്ളതിൻ്റെ വിഷമം വരികയാണ്. നമ്മൾ കുട്ടിയാണ്, 4-5 പഠിക്കണേ. കുറേ കാലം കഴിഞ്ഞിട്ട് ആരും ഒന്നും വേണം, വീട് ചത്ത പോലെ നിൽക്കണേ. അവിടെ പലഹാരം ഉണ്ടാക്കുമല്ലോ, ഒരു ചുക്കുമില്ല. കുറേ കഴിഞ്ഞപ്പോഴാണ് മൂത്ത പെങ്ങൾ എന്നോട് പറഞ്ഞു, എനിക്കിവിടെ പടക്കം മേടിക്കാണ്ട്.
അമ്മ ആശുപത്രിയിൽ പോയിരിക്കുകയാണ്, ഹാർട്ടിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറയണേ, അമ്മ ജീവിക്കുമെന്ന് തന്നെ അറിഞ്ഞൂടാ. അമ്പോ എന്ന് കേട്ടോട് കൂടെ നമ്മൾ പിന്നെ നമ്മുടെ പടക്കം നമ്മൾ ഉടനെ വിട്ടു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ, പടക്കം ഉണ്ടായാലും അപ്പം പലഹാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം യാഥാർത്ഥ്യ മനോഭാവം ഉണ്ടാവുകയാണ് കുട്ടികൾക്ക്. പ്രയോറിറ്റി ഏതിനാന്നുള്ളത് ജീവിതം എന്താണ്, യഥാർത്ഥ ജീവിതം എന്താണ്, അതിലെ എല്ലാം ഉണ്ട് എന്ന് ഒരു കുട്ടി പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ വീട് ഇങ്ങനെ പഠിക്കുന്ന ഒരു കുട്ടി മാത്രമാണ് അതുപോലെ പരസ്പരം വിശ്വസിക്കുക. എൻ്റെ ചേട്ടൻ, നമ്മൾ വീട്ടിലൊരു കളിയൊക്കെ ഉണ്ട്, കള്ളനും ഒക്കെ ആയിട്ട് പേടിപ്പിക്കുന്ന ചില കളികളൊക്കെ നമ്മളിടയ്ക്ക് കളിക്കും ഇല്ലേ. ഒരു മുറിയിൽ ഒളിച്ചിരുന്നിട്ട് ഒളിച്ചു കഴിഞ്ഞിട്ട് ഓ എന്നുകൊണ്ട് ഒന്ന് ഓളിയിടും. അപ്പോൾ അയ്യോ എന്നുകൊണ്ട് തന്നെ കളിക്കാം, എടാ ഞാനെടാ അങ്ങനെയൊക്കെയുള്ള കളികളൊക്കെ നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള കളികൾ വിട്ട് കഴിഞ്ഞാലും പരസ്പരം ആശ്രയം. എൻ്റെ ചേട്ടൻ, അമ്മ, അപ്പൻ എന്നെ ചേട്ടൻ്റെ കൂടെ സ്കൂളിലേക്ക് വിടുന്നു, പെങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് വിടുന്നു. അപ്പോൾ പെങ്ങളേക്കുടെ കയ്യിലും ചേട്ടൻ്റെ കയ്യിലും എന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നണം എന്താ, എന്നെ ഒരു ചെറിയൊരു ആളേനെ നോക്കാൻ പ്രാപ്തിയുള്ള ആളായിട്ട് അപ്പച്ചനും അമ്മച്ചിയും എന്നെ കാണുന്നു എന്നാണ് ചേട്ടനും ചേച്ചിക്കും തോന്നുന്നത്. അവർ ഉടനെ ട്രസ്റ്റ് കിട്ടുവാണ് അവർക്ക്. അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ടായതുകൊണ്ട് ഞാനിത് ചുരുക്കി പറയുവാണ്. അതായത് അഡ്ജസ്റ്റബിലിറ്റി ഇന്ന് മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ ഒരു ഹ്യൂമെയിൻ ക്വാളിറ്റീസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ലൈഫ് നയിക്കാൻ വേണ്ട, സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ വേണ്ട ഒരുപാട് വൈവിധ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ, വളരെ ഫ്ലെക്സിബിളായിട്ട് ജീവിക്കാൻ, അതുപോലെ സാമൂഹികപരമായിട്ട് ഇടപെടാൻ പഠിക്കാൻ, അതുപോലെ പരസ്പരം ആശ്രയിക്കാനും വിശ്വസിക്കാനും ട്രസ്റ്റ് ചെയ്യാനും ഒക്കെ പഠിക്കാൻ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ, അതുപോലെ അധികാരമുള്ളവരെ അംഗീകരിക്കാൻ, അപ്പനും അമ്മേനും കേൾക്കണ്ടേ? അതാണല്ലോ അതോറിറ്റി, അധികാരത്തെ മാനിക്കാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കുട്ടി പഠിച്ചാൽ മാത്രമാണ്, ഒരു വീട്ടിലാണ് അത് പഠിക്കുന്നത്, ആ വീട്ടിൽ പഠിച്ചാൽ മാത്രമാണ് അവന് ഭാവിയിൽ അവൻ്റെ ജീവിതത്തിലുണ്ടാവുള്ളൂ, അവൻ നിർമ്മിക്കുന്ന കുടുംബത്തിൽ അതുണ്ടാവുള്ളൂ, അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അതുണ്ടാവുള്ളൂ, ഇടവകയിൽ അതുണ്ടാവുള്ളൂ, ഗ്രാമത്തിലുണ്ടാവുള്ളൂ, രാഷ്ട്രത്തിലുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മാതാപിതാക്കളും സഹോദരന്മാരും ഒരുമിച്ചുള്ള ഈ വാസം കുടുംബത്തിൻ്റെ നിർമ്മിതി, സമൂഹത്തിൻ്റെ നിർമ്മിതിയുടെ അസ്ഥിവാരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 4-ാം പ്രമാണത്തിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുടുംബജീവിതത്തിലെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണവും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എല്ലാവരും കുറിച്ചും അച്ഛൻ വിശദമായി പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്തു. അച്ഛന് സന്തോഷത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ഈ 4-ാം പ്രമാണത്തിൻ്റെ എപ്പിസോഡ് ഇനിയും തുടരുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.